കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഒരു കിടിലൻ തട്ടുകട അല്ലെങ്കിൽ ചായക്കട സ്റ്റൈൽ സമൂസയാണ്. വളരെ ടേസ്റ്റും അതേ രുചി, അതായത് തട്ടുകടയിൽ നിന്നും ചായക്കടയിൽ നിന്നും കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി 4 വലിയ ഉള്ളി അരിഞ്ഞത്, 2 വലിയ തക്കാളി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. മൈദക്ക് ഇച്ചിരി ഉപ്പിട്ട് വെള്ളമൊഴിച്ച് കുഴച്ച് വെച്ചതാണിത്. അല്ലാതെ വേറെ ഒന്നും ചേർത്തിട്ടില്ല. മൈദ ഉപ്പ് മാത്രമാണ് കുഴച്ച് വെച്ചത്. സമൂസ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ മൈദ കുഴച്ച് വെച്ചത്. ഒരു 5 ഉരുളക്കിഴങ്ങ് വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. മസാല ഉണ്ടാക്കാനാണ് സമൂസയുടെ. ഒരു ചീനച്ചട്ടിക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് നേരത്തെ അരിഞ്ഞു വെച്ച 4 വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു മഞ്ഞ ഗോൾഡൻ കളറാകുന്ന സമയത്ത് അതിലോട്ട് തക്കാളിയും കൂടി ചേർത്ത് നന്നായി വേവിച്ചെടുക്കണം. വെന്തു വന്ന ഉള്ളി തക്കാളിക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകം, ചെറിയ ജീരകം, പട്ട എന്നിവ പൊടിച്ചെടുത്ത മസാലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് പിന്നെയും കുറച്ച് വേവിച്ചെടുക്കണം. നേരത്തെ വേവിച്ച ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്ത് തൊലി കളഞ്ഞ് ഉടച്ചെടുത്ത് ഉണ്ടാക്കിയ മസാലകൾ ചേർത്ത് കൊടുക്കുക. കുഴച്ചെടുത്ത മൈദാമാവ് ഇനി നമുക്ക് പരത്തി ഷീറ്റാക്കി എടുക്കാം. നന്നായി പരത്തുക. കട്ടിയില്ലാതെ പരത്തി കനം കുറച്ച് പരത്തി നോൺ സ്റ്റിക്ക് പാനിൽ ചെറുതായി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അത് നമുക്ക് മടക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ചൂടാക്കുന്നത്. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക. മടക്കാൻ അറിയുന്നവർ ഇത് നോക്കണമെന്നില്ല. മടക്കാൻ അറിയാത്തവർ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ മടക്കിയെടുത്താൽ മതി. മടക്കി കഴിഞ്ഞാൽ അതിലോട്ട് മസാല ചേർത്ത് ഇച്ചിരി മൈദക്ക് വെള്ളം ഒഴിച്ച് അത് മിക്സാക്കി പശ പോലെ ആക്കി തേച്ച് ഒട്ടിച്ചാൽ മതി. ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മടക്കി അവിടെ വെക്കുന്നേ ഉള്ളൂ. സമൂസ മടക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ പണി കഴിഞ്ഞു. സമൂസ റെഡിയായി. വളരെ ടേസ്റ്റ്, നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ് ഈ സമൂസയ്ക്ക്. നിങ്ങൾ ഉറപ്പായും വീട്ടിൽ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ ഒറിജിനൽ സമൂസ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇവിടെ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഒരു നല്ല കിടിലൻ മസാല ദോശയുടെ വീഡിയോ ആണ്. അതും ഒറിജിനൽ ഹോട്ടൽ സ്റ്റൈലാണ്. ഇതുവരെ ഒരാളും വീഡിയോ ചെയ്യാത്തൊരു വീഡിയോ ആണ് മസാല ദോശയുടെ സീക്രട്ട് റെസിപ്പിക്കായി. അടുത്ത വീഡിയോ കാത്തിരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.